ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 15-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സാബത്തിനെ കുറിച്ച് വിവാദം. ഈശോയും ശിഷ്യന്മാരും വിളഞ്ഞു കിടക്കുന്നൊരു ഗോതമ്പ് വയലിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നതിൻ്റെ പേരിൽ കതിരുകൾ പറിച്ചു തിന്നതിനെ കുറിച്ച് ഫരിസേയർ വിമർശിക്കുന്നതാണ് ഈ സംഭവം എന്ന് പറയപ്പെടുന്നത്. അതായത് ഫരിസേയർ വിമർശിക്കുന്നത് അവർ സാബത്ത് ലംഘിച്ചു എന്നാണ്. ഈ ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നു, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ കതിര് പറിച്ചതിനെ കൊയ്ത്തായും കയ്യിൽ വെച്ച് ഞെരിച്ചതിനെ മെതിച്ചു എന്നതായും പിന്നീട് പാറ്റി ഭക്ഷിച്ചു. അപ്പോൾ കൊയ്ത്തും മെതിക്കലും പാറ്റിയെടുക്കലും ഒക്കെ കഴിഞ്ഞ് ഇവരിത് ഭക്ഷിച്ചു എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക്, ഈ നിയമജ്ഞർക്ക് അല്ലെങ്കിൽ ഫരിസേയർക്ക്, ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് സാബത്ത് ലംഘിച്ച തിന്മയാക്കി കാണിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇവരുടെ വിമർശനം. പക്ഷേ ഈശോ സാബത്ത് ലംഘിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നൊരു വിഷയം അതിങ്ങനെ വിട്ടുകളഞ്ഞിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട, ഈശോ പറയുന്നതാണ് 1 സാമുവേൽ 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളായിട്ട് പറയുന്ന, ദാവീദും അനുചരന്മാരും വിശന്നപ്പോൾ ദേവാലയത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ വരുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ച സംഭവം പഴയ നിയമത്തിൽ എടുത്ത് പറയുന്നുണ്ട്. തുടർന്ന് ഈ സാബത്തിനേക്കാൾ വലുത് ദേവാലയമാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ, സാബത്ത് ദിവസം ദേവാലയത്തിൽ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കത്തക്ക രീതിയിൽ ഇടപെടുകയും എന്നാൽ അവിടെ ജോലി ചെയ്യുകയും എന്നാൽ അവർ കുറ്റമറ്റവരായിരിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും 12-ാം അധ്യായത്തിലെ 6-ാം വാക്യം എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായത് ഇവിടെ ഉണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അധ്വാനവുമായി ബന്ധപ്പെട്ടൊരു വിവാദമായത്. സാബത്ത് ദിവസം അധ്വാനിക്കാൻ പാടില്ല. അത് ദൈവം വിശ്രമിച്ച ദിവസമാണ്. 6 ദിവസങ്ങൾ കൊണ്ട് സകലതും സൃഷ്ടിച്ച ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. 7-ാം ദിവസം സാബത്ത്, അന്ന് എല്ലാവരും വിശ്രമിക്കണം. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ 11-ാം അധ്യായത്തിലെ 28-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്: അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. വിശ്രമിക്കാം, എന്നിൽ വിശ്രമിക്കാം. ഇതാണ് ഈശോ പറയുന്നത്. പഴയ നിയമത്തിൽ ദൈവം വിശ്രമിച്ച ദിവസത്തെ സാബത്ത് എന്ന് വിളിച്ചു. ദൈവം വിശ്രമിക്കുന്ന ഇടത്തെ ജെറുസലേം ദേവാലയമെന്നും അവർ പരിഗണിച്ചു. ദൈവം അവിടെ വിശ്രമിക്കുകയാണ്. അന്ന് ആ ദൈവാരാധന നടത്തി ആരും അധ്വാനിക്കാൻ പാടില്ല. ഇതാണ് നിയമം. ആരും അധ്വാനിക്കാൻ പാടില്ല. 6 ദിവസം നിനക്ക് അധ്വാനിക്കാം. 7-ാം ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ ഒരു ദിവസം നീ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം. നിനക്ക് വേണ്ടി അധ്വാനിച്ച ദൈവത്തിന് വേണ്ടി അധ്വാനം മാറ്റിവെച്ച് നീ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസമാണ് സാബത്ത്. ഇത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് പഴയ നിയമത്തിലെ ഒരു വലിയ നിയമമാണ്, വളരെ പ്രധാനപ്പെട്ടൊരു നിയമമാണ്. ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാണ് ഈ വിശ്രമം എന്ന് പറയുന്നത്. ദൈവത്തോടൊപ്പം വിശ്രമിക്കാൻ, അതായത് അന്ന് അധ്വാനിക്കുക, അന്നും കൂടെ സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്ഥാനം മാറ്റി വെച്ചിട്ട് നീ അധ്വാനിക്കാൻ പോകുന്നു. അതൊരു വിഗ്രഹാരാധനയാണ്. നിൻ്റെ ആർത്തിയാണ്. നീ 6 ദിവസം അധ്വാനിക്കുക, എന്നിട്ട് 7-ാം ദിവസം കൂടെ അധ്വാനിച്ചിട്ട് ദൈവത്തെ മറന്നു കളയാൻ പാടില്ല. നിൻ്റെ വളരെ പ്രധാനപ്പെട്ട 6 ദിവസങ്ങളിൽ നീ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അധ്വാനം മാറ്റി വെച്ചിട്ട് നീ ദൈവത്തോടൊപ്പം ആയിരിക്കുക. ഇതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഈശോ പറയുന്ന വാക്യം ശ്രദ്ധയോ: എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായത് ഇവിടെയുണ്ട്. അതാരാ? ഇത് ഈശോയാണ്. ഈശോ അത് വളരെ വ്യക്തമായിട്ട് പലയിടത്തും പറയുന്നുണ്ട്. ഈശോ പറയുന്നതിങ്ങനെയാണ്: നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും. എന്നിട്ട് സുവിശേഷകൻ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്, അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. 40 സംവത്സരങ്ങൾ എടുത്ത് പണിയപ്പെട്ട ജെറുസലേം ദേവാലയത്തെക്കുറിച്ചല്ല. ഉദ്ധാന അനന്തരം അവരത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ദേവാലയം പുനരുദ്ധരിക്കുന്നതിനെ കുറിച്ചാണ്. അത് തകർത്ത് കളയാനും ഞാൻ പുനരുദ്ധരിക്കും എന്ന് ഈശോ പറയുക. അപ്പോൾ ദേവാലയം യഥാർത്ഥത്തിൽ ഈശോയാണ്. ഈശോയിൽ വിശ്രമിക്കുക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാമെന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞ വാക്യം ഏതാനും വരികൾക്ക് മുമ്പേ നമ്മൾ വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ വീണ്ടും ആ ചിന്തയിലേക്ക് വരികയാണ്. അതായത് ദൈവം വിശ്രമിച്ച ദിവസമാണ് സാബത്ത്, ദൈവം വിശ്രമിക്കുന്ന ഇടമാണ് ദേവാലയം. അതൊരു പഴയ നിയമ കാഴ്ചപ്പാടാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഈശോ പുതുക്കി എഴുതിയ ഈ സാബത്ത് എന്ന് പറയുന്നത് അത് ശനിയാഴ്ചയാണ്. നമ്മൾ ആ ദൈവാരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസം, നമ്മൾ സാബത്ത് ആചരിക്കുന്ന ദിവസം യഥാർത്ഥം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആചരണമാണ്.
എന്നിട്ട് നമ്മൾ ഞായറാഴ്ച നിൻ്റെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതിനർത്ഥം ജോലിക്ക് പോകണ്ടെന്നല്ല, ജോലിക്ക് പോകുന്നോ ഇല്ലയോ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ദൈവാരാധനയാണ്. അപ്പോൾ ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പേരിൽ നീ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ബാക്കി 6 ദിവസത്തെയും വളരെ പ്രധാനപ്പെട്ടതെന്ന് നീ കരുതുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഇതാണ് എൻ്റെ അർത്ഥം. തിരുസഭയുടെ കൽപ്പനയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: ഞായറാഴ്ചയും കടമുള്ള തിരുനാളുകളിൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുക, അത് വിലക്കപ്പെട്ട ജോലികൾ ചെയ്യരുത്. അങ്ങനെയാണ് പറഞ്ഞു വയ്ക്കും, വിലക്കപ്പെട്ട ജോലികൾ ചെയ്യരുത്. എല്ലാ ജോലിയും വിലക്കപ്പെട്ട ജോലി. എന്തേ വിലക്കപ്പെട്ട ജോലി? നിൻ്റെ ആർത്തി കാരണം നീ ചെയ്യുന്ന ജോലിയാണ് വിലക്കപ്പെട്ട ജോലി എന്ന് പറയുന്നത്. വിലക്കപ്പെട്ട ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് കള്ളക്കടത്തിന് പോരുന്നല്ല എന്നർത്ഥം. വിലക്കപ്പെട്ട അതാണ് കത്തോലിക്ക സഭയെ വിലക്കിയിരിക്കുന്ന ജോലികളെന്ന് പറയുന്നത് കള്ളക്കടത്ത്, അല്ലെങ്കിൽ കൊട്ടേഷൻ പണി, കഞ്ചാവ് കടത്ത്. ഇതാണ് വിലക്കപ്പെട്ട ജോലി. അല്ലാതെ ഓഫീസ് വർക്കിന് അല്ലെങ്കിൽ കൂലിപ്പണിക്ക് അങ്ങനെയുള്ള ജോലിക്ക് പോകാം. അത് വിലക്കപ്പെട്ട ജോലി അല്ലല്ലോ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. വിലക്കപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിൻ്റെ അത്യാവശ്യത്തിന് ഉതകുന്ന ജോലി. ഇപ്പോൾ ഇവിടെ കതിര് പറിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ നിവർത്തികേട്, വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തെ പുലർത്തുന്നതിന് വേണ്ടി ഒരപ്പൻ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ കുർബാന മാറ്റി വെച്ചിട്ട് അയാളൊരു ജോലിക്ക് ഇറങ്ങേണ്ടി വരുന്നു. അത് വിലക്കപ്പെട്ട ജോലിയല്ല. വിലക്കപ്പെട്ട ജോലി അത്യാവശ്യത്തിന് എന്നതിനപ്പുറം നീ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങൾ, അന്നുകൂടെ അധ്വാനിച്ചിട്ട് എന്തെങ്കിലും കൂടെ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ ചില ആർത്തി കൊണ്ട് ഇടപെടുന്ന ജോലിയാണ്. അതാണ് യഥാർത്ഥത്തിൽ വിലക്കപ്പെട്ട ജോലി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു നിയമത്തിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, എന്താണ് സംഭവിച്ചത്? ഈശോനാഥൻ നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തിലെ രോഗശാന്തി നൽകലും പഠിപ്പിക്കലും എന്ന് പറയപ്പെടുന്ന തൻ്റെ വളരെ പ്രധാനപ്പെട്ട ജോലി, അതിനേക്കാൾ പ്രധാനപ്പെട്ട രീതിയിൽ കാൽവരിയിലെ ബലിയർപ്പണത്തിലൂടെ ഈശോ പൂർത്തീകരിച്ചു. ഈശോയുടെ ജോലിയായിരുന്നു. ഈശോ എന്ന രക്ഷാകര കർമ്മം, ഈശോയുടെ കർമ്മം ഈശോ പൂർത്തീകരിച്ചു. എന്നിട്ട് ഈശോ റെസ്റ്റിന് പോവുകയാണ്. ആ ദുഃഖ വെള്ളിയാഴ്ച ഈശോ റെസ്റ്റിന് പോയി. ശനിയാഴ്ച ഈശോ റെസ്റ്റാണ്. ദൈവം വിശ്രമിക്കുന്നു. സാബത്ത്, ദൈവം വിശ്രമിക്കുന്നു. എന്നിട്ട് ഞായറാഴ്ച ഈശോ വീണ്ടും പണിക്കിറങ്ങിയ ഉദ്ധാനം, ഈശോ വീണ്ടും ജോലി ചെയ്യാൻ ഇറങ്ങിയ, ഈശോ വീണ്ടും മനുഷ്യരോടൊപ്പം ജോലി ചെയ്യാൻ ഇറങ്ങിയ ആ റെസ്റ്റ് ഇൻ പീസ്, മരണം എന്ന് പറയപ്പെടുന്ന ആത്യന്തികമായ വിശ്രമത്തെ ലംഘിച്ചിട്ട് ഈശോ വീണ്ടും പണിക്കിറങ്ങുകയാണ് ഞായറാഴ്ച. അതാണ് ഉദ്ധാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പണിക്ക് പോകാൻ ഇറങ്ങിയ ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ വിശ്രമത്തിൻ്റെ ദിവസം നമുക്കത് വിശ്രമത്തിൻ്റെ ദിവസമാണ്, ദൈവത്തോടൊപ്പം ആയിരിക്കാനുള്ള ദിവസം. നമ്മൾ വിലക്കപ്പെട്ട ആർത്തിയുടെ ജോലികൾ മാറ്റി വെച്ചിട്ട് വിശ്രമിക്കേണ്ട ദിവസമാണ് ഞായറാഴ്ച. പക്ഷേ ദൈവം ജോലി ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ദിവസമാണ് ഞായറാഴ്ച. ഈ ഞായറാഴ്ച നമ്മളെല്ലാവരും കൂടെ പള്ളിയിൽ പോകുന്നൊരു സംഭവം നമ്മൾ ഓർക്കുകയാണ്. പള്ളി ഈശോ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ പള്ളി ഈശോ, ഈ ദേവാലയം ഈശോ തന്നെ. 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കപ്പെട്ട ദേവാലയം ഈശോ തന്നെ. അപ്പോൾ ഈശോയുടെ അരികിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം വിശ്രമിക്കുകയല്ല. ദൈവം ഇങ്ങനെ കൃത്യമായിട്ടും നമ്മളുടെ വിഷമങ്ങൾ കുത്തിയിരുന്ന് എഴുതിയെടുക്കുക. ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ച നമ്മൾ ഞായറാഴ്ച ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നത് നമ്മുടെ വിഷമങ്ങൾ പറയാനാണ്, നമ്മുടെ പ്രശ്നങ്ങൾ പറയാനാണ്, നമുക്കൊരു സൊല്യൂഷൻ കിട്ടാനാണ്, നമുക്കൊരു ഉത്തരം കിട്ടാനാണ്. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി നമ്മൾ പോയി ഈ പ്രശ്നങ്ങൾ മൊത്തം കർത്താവിനോട് പറയുമ്പോൾ കർത്താവിൻ്റെ ജോലി നമ്മളെ കേൾക്കുക എന്നുള്ളതാണ്. അവിടെ ഇരുന്ന് ജോലി ചെയ്യുക. ഈശോ ഇരുന്ന് ജോലി ചെയ്ത് നമ്മുടെ പ്രശ്നം കേട്ട് അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ച് പരിഹാരം പറഞ്ഞു തരാൻ വേണ്ടി, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി, ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് കുർബാനയായി കൂടെ ഇരിക്കാൻ വേണ്ടി ഈശോ ജോലി ചെയ്യുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ഞായറാഴ്ച. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ആ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഞായറാഴ്ച ഈശോ ആ വിശ്രമം ഭേദിച്ച് ദൈവം ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരിടത്തേക്ക് നമ്മൾ ആ ഓഫീസിൽ തിരക്കി പോകുന്ന പോലെയാണ് ഞായറാഴ്ച യഥാർത്ഥത്തിൽ. ഇനി നമ്മൾ ഈ സുവിശേഷഭാഗം വായിക്കുമ്പോൾ പിടികിട്ടുന്നൊരു കാര്യമുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ ജോലി?
അവിടെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഞായറാഴ്ച നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ ബലി അർപ്പിക്കാൻ വരുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ സ്വീകരിക്കാനിരിക്കുന്നത് കരുണയാണ്. അതിനർത്ഥം ജോലി ചെയ്യാൻ ഈശോ ഇറങ്ങുമ്പോൾ ഈശോയുടെ ഉദ്ദേശം തനിക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതല്ല. ഫ്രാൻസിസ് പാപ്പ വളരെ മനോഹരമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറയുന്നൊരു കാര്യം ഇതാണ്: ഒരു മരവും തൻ്റെ പഴം തിന്നുന്നില്ല. ഒരു കിളിയും തനിക്ക് വേണ്ടിയല്ല പാട്ട് പാടുന്നത്. അങ്ങനെ ഫ്രാൻസിസ് പാപ്പ അത് വരികൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത്. ഇംഗ്ലീഷ് അത് വളരെ മനോഹരമായൊരു പൊയറ്റിക്കായൊരു ഒരു 3 വരികളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം മനുഷ്യനും. അവന് വേണ്ടിയല്ല അധ്വാനിക്കുന്നത്. ഒരു മരവും തൻ്റെ പഴം തിന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഈശോ ചെയ്ത ഒരു കാര്യവും തനിക്ക് വേണ്ടി. ഈശോയുടെ ജോലി ഒന്നും ഈശോയ്ക്ക് വേണ്ടിയല്ലായിരുന്നു. നമ്മളൊക്കെ അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി തന്നെ. ഇപ്പോൾ നമ്മൾ പറയും, ഒരുപക്ഷെ ഒരു അപ്പം പറയും, ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക്. ആത്യന്തികമായി അയാൾക്ക് വേണ്ടി തന്നെ. അയാളുടെ പകുതിയാണ്, ദ ബെറ്റർ ഹാഫ്. അയാളുടെ പാതിയാണ് ജീവിത സഖി എന്ന് പറയപ്പെടുന്നത്. അയാളിൽ നിന്നും ഉണ്ടായതാണ് ആ മക്കളെന്ന് പറയുന്നത്. അപ്പോൾ അയാൾ അധ്വാനിക്കുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം അയാൾ അധ്വാനിക്കുന്നത് അയാൾക്ക് വേണ്ടി തന്നെ. അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ അധ്വാനിക്കുമ്പോൾ ഭർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ മക്കൾ അധ്വാനിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി. ഈ ഒരു സർക്കിൾ വിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് പോയി നീ അധ്വാനിക്കുന്നുണ്ടോ? ഞായറാഴ്ച നിനക്ക് അധ്വാനിക്കാം, ഞായറാഴ്ച വിശ്രമിക്കണം, അതിന് അധ്വാനിക്കാം. പക്ഷേ ആ അധ്വാനത്തിനകത്തുനിന്ന് കിട്ടുന്ന അവസാനത്തെ ചില്ലിക്കാശും വേറൊരാൾക്ക് വേണ്ടിയാണോ? അത് വിലക്കപ്പെട്ട ജോലിയല്ല. അത് അധ്വാനിക്കാം എന്നുള്ളത് ഇവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദേവാലയമാകുന്ന ഈശോ പഠിപ്പിക്കുന്ന പാഠം, നീ സാബത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അധ്വാനിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിനക്ക് വേണ്ടി അല്ലാതെ നടത്തുന്ന അധ്വാനങ്ങളെല്ലാം വിലപ്പെട്ടതാണ്. ദാറ്റ് വർക്ക് ഈസ് വേർഷിപ്പ്. ആ അധ്വാനത്തെ വിളിക്കുന്ന പേരാണ് ആരാധന. അങ്ങനെയെങ്കിൽ നീ ക്രിസ്തുവായി മാറി, നീ ദേവാലയമായി മാറി. ഒരാൾ വന്ന് കൈനീട്ടുമ്പോൾ, ബലി അർപ്പണം എന്നതിനപ്പുറം കൈനീട്ടുമ്പോൾ കയ്യിലേക്ക് കിട്ടുന്ന കരുണ, ആ കരുണ സമ്പാദിച്ചുകൊണ്ട് തിരികെ പോകാൻ പറ്റുന്ന ഇടം, ആ ഇടത്തിൻ്റെ പേരാണ് ദേവാലയം. ആ ദേവാലയം ക്രിസ്തുവാണ്. ആ തിയറി അനുസരിച്ച് നിനക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരാൾ വന്ന് നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നു, അയാൾക്ക് കരുണ പ്രദാനം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ കരുണ പ്രദാനം ചെയ്യുന്ന ഇടത്തെ വിളിക്കുന്ന പേരാണ് ദേവാലയം. ആ ദേവാലയം ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവായി മാറുന്നു, നമ്മൾ ക്രിസ്തുവായി മാറുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സാബത്ത് എന്ന് പറയുന്നൊരു വിവാദമാണ്. അതാണ് ടൈറ്റിലായിട്ട് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് ഇതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനുള്ളിൽ വളരെ മനോഹരമായൊരു പുതിയ പാഠമുണ്ട്. ദൈവം വിശ്രമിച്ച ദിവസം സാബത്തും ഇടം ദേവാലയമാണ് പഴയ നിയമത്തിലെങ്കിൽ, ദൈവം ആ സാബത്ത് നിർത്തിക്കൊണ്ട് പണിക്കിറങ്ങിയ ദിവസമാണ് ഞായറാഴ്ച. അങ്ങനെ പണിക്കിരിക്കുന്ന സ്ഥലമാണ് ദേവാലയം. അവിടേക്ക് നീ ചെല്ലുമ്പോൾ ഓർക്കേണ്ട വസ്തുത, ദൈവം പണിയെടുക്കുന്നത് അവന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്. അതുപോലെ ഞായറാഴ്ച വിലക്കപ്പെട്ട നിൻ്റെ ആർത്തിക്ക് വേണ്ടിയുള്ള വേലകൾ മാറ്റിവെച്ച് നീ പണിക്കിറങ്ങിയാണ്. അവസാനത്തെ ചില്ലിക്കാശും നിൻ്റെ കുടുംബത്തിൽ പെടാത്ത വേറൊരാൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നീ പണിക്കിറങ്ങുകയാണെങ്കിൽ ആ ദിവസത്തെ വേല വിലക്കപ്പെട്ടതല്ല. നീ കരുണ പ്രദാനം ചെയ്യുന്നവനായി മാറുന്നു, ദേവാലയമായി മാറുന്നു, ക്രിസ്തുവായി മാറുന്നു. ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ വാക്യം 12:6 വായിച്ച കാര്യം പിടികിട്ടും. ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായത് ഇവിടെയുണ്ട്. അതാരാ? അത് ഞാനോ നീയുമാണ്. എന്നിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ.